കാര്യം ഞാൻ പറയാം. പോലീസിൽ അങ്ങനെ 90% ആളുകൾ, നല്ല ശതമാനം ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നിഷ്പക്ഷവും നീതിപൂർവമായി പെരുമാറുന്നവർ തന്നെയാണ്. അത് ഏത് പാർട്ടി ഭരിച്ചാലും. കേരളത്തിൻ്റെ അനുഭവം, ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നത് നോക്കി നിയമവും നീതിയും നടപ്പാക്കുന്ന സ്ഥലം വളരെ കുറവാണ് ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളിൽ അതുണ്ട്. അത് കേരള പോലീസിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. അവർ സ്വാഭാവികം. പക്ഷെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണോ നോക്കിയല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനം ഉണ്ടാകണമെന്ന അഭിപ്രായം എനിക്കുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നീതി എവിടെയാണ്? പോലീസിനെ നയിക്കേണ്ടത് പണ്ട് CRPCയും IPCയും ആണെങ്കിൽ ഇന്ന് BNS ആണ്. അത് ആ രീതി പോകണം. അല്ലെങ്കിൽ അതാണ് നീതി ജനങ്ങൾക്ക് നൽകേണ്ടത്. സംവിധാനം സ്വീകരിക്കുമ്പോൾ ഈ പോലീസ് സംഘടന നേതാക്കന്മാരെ വിളിച്ചു ചർച്ച പോലും നടത്തിയില്ല എന്നുള്ള പരാതി. അപ്പോൾ കോടതി അത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കണേ. അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലീസിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് പോലീസുകാരുടെ സ്ട്രെസ് ഒഴിവാക്കുന്നൊക്കെ പറയുന്നത് പോലീസ് സംഘടന എന്നുള്ളത് വ്യവസ്ഥാപിതമാണ്. ആ സംഘടനയെ ഈ മൂന്ന് സംഘടന രണ്ടാക്കുമ്പോഴും അവരുടെ അംഗത്വത്തിൽ മാറ്റം വരുത്തുമ്പോൾ നിലവിലുള്ള ഒരു സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാരവാഹികളെ വിളിച്ച് ചർച്ച പോലും നടത്താൻ തയ്യാറാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ടു. അത് പോലീസ് ഇത് കേസ് കോടതി കിടക്കുന്ന കേസാണ്. ഞാനത് പരാമർശിക്കുന്ന സബ് ജുഡീസ് ആയതുകൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. കോടതി മുമ്പാകെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഇന്ന് നടപടി സ്വീകരിച്ചു, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും വിശദീകരിക്കും. അനുവദിക്കപ്പെട്ട ബന്ധിന്റെ അത്ര പോലും ആളില്ല എന്നാണ് പ്രശ്നം. കുറെ ആൾക്കാർ വർക്കിംഗ് അറേഞ്ച്മെന്റ് പോകും, കുറെ ആൾക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായി കോടതി ഡ്യൂട്ടി പോകും. ഈ സംവിധാനം കൊണ്ടുവരുമ്പോഴും ഇത്രയുള്ള സ്ട്രെങ്ത് വെച്ചിന്റെ കാര്യങ്ങൾ ഇപ്പോൾ 1200 പേര് ഇപ്പം തന്നെ വീണ്ടും നമ്മൾ പരിശീലനം കൊടുത്തിറങ്ങിയിട്ടുണ്ട്. അത് 700ഓളം പേര് 900 പേര് നമ്മൾ ലോക്കൽ പരിശീലനം. എന്നാലും പറഞ്ഞത് ശരിയാണ്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ അംഗബലം കുറവാണ്. നമുക്ക് കുറേ കൂടി പോലീസ് ആവശ്യമാണ്. കാരണം പഴയ പോലെ അല്ലല്ലോ. പോലീസ് ഇപ്പോൾ എല്ലാ രംഗത്തും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പറഞ്ഞത് ശരിയാണ്. പോലീസ് സേനയിലെ അംഗത്വം കൂട്ടാൻ ആളുകളുടെ പോലീസ് വിമൻ്റെ അംഗത്വം കൂട്ടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അല്ല, അതിന് പ്രത്യേകതയുണ്ട്. എല്ലാവരെയും വിടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 900 പേരെ വിടാൻ പോവാണ്. അതിന് ട്രെയിനിങ് സമയമില്ലേ അല്ലേ? നമുക്കിപ്പോൾ 1200 പേര് പാസിംഗ് ഔട്ട് ആവാൻ പോകുന്ന 20-ാം തീയതി വരെ. ഇതേ സമയത്തിൽ നമുക്ക് ഒരു 900 പേഴ്സൺസിന് നമ്മുടെ ബറ്റാലിയൻസിൻ്റെ അവർ DHQയിൽ വരും. അവിടെ నుండి മറ്റേ എലിജിബിൾ ആയിട്ട് ആളുകളിന് പോലീസ് സ്റ്റേഷനിലേക്ക് DHQയും പോലീസ് സ്റ്റേഷനും ആൾമോസ്റ്റ് ഇപ്പോൾ വേറെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾമോസ്റ്റ് 1000 ആളുകൾ നമുക്ക് സ്റ്റേഷൻസിൽ കിട്ടുന്നതാണ്. അത് ഒരു ഗുഡ് നമ്പർ ആയിരുന്നു. അത് മേബി അതിൻ്റെ ചില ആളുകൾ മാത്രമേ പൊതുവെ ആളുകൾ അവരുടെ ഓപ്ഷൻ ബേസിസിലാണ് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്നതാണ്. അതൊക്കെ DHQ അത് ഒരു പ്രോസസ്സ് ഉണ്ട്. ബറ്റാലിയൻ ടു DHQ నుండి പോലീസ് സ്റ്റേഷൻസിലേക്കാണ്. അങ്ങനെ ഒരു 1000 പേര് വരാൻ പോകും നമുക്കില്ല. മാത്രമല്ല ഇപ്പോൾ കുറേ ടെക്നോളജി മാറിയോടുകൂടി ഇപ്പോൾ സമൻസ് സർവ് ചെയ്യുക അതൊക്കെ നമുക്കിപ്പം ഓൺലൈനിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. കുറേ സർവീസുകൾ നമുക്ക് ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് കഴിയട്ടെന്ന്